എൻ്റെ പേര് കിരൺ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തു വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ. നമസ്കാരം. ഫെബ്രുവരി 14 ഫാത്തിമയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. തുടർന്ന് ഫാത്തിമ തൻ്റെ സുഹൃത്തായ കിരണിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. ശേഷം ഞെട്ടിക്കുന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത്. ഫാത്തിമയുടെയും കിരണിൻ്റെയും വിവാഹം കോഴിക്കോട് ആര്യ സമാജത്തിൽ വെച്ച് കഴിഞ്ഞു. തുടർന്ന് കിരൺ വളരെ മോശക്കാരനാണെന്നും കിരണിന് മറ്റു 2 വിവാഹം കൂടി കഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി. ഈ വാർത്തയ്ക്ക് പിറകിലെ സത്യമെന്ത് നമുക്ക് കണ്ടെത്താം. ഈ വാർത്തയ്ക്ക് കാരണമായത് ഒരാളുടെ ഫോൺ കോൾ സന്ദേശമാണ്. കിരണും ഫാത്തിമയുടെയും വിവാഹത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ആരോ അത്തരത്തിലുള്ളൊരു സന്ദേശം പടച്ചുവിടുകയായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയകളിൽ ആ ഫോൺ കോൾ സന്ദേശത്തെ പിൻപറ്റിക്കൊണ്ട് നിരവധി വാർത്തകളാണ് വന്നത്. ആ സന്ദേശം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ രോഗം മൊത്തം അറിയുന്നു, നാട്ടുകാർ മൊത്തം അറിയുന്നു. കണ്ണൂരായിരുന്നു, കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്. ഇവിടെ മുണ്ടേരി സ്ഥലം. ഇവിടെ കണ്ണൂർ ഷെഹനായി ഡോക്ടറെ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷെഹനായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാണ് ഇത്. ഇവരെങ്കിൽ 2 കല്യാണം കഴിച്ചോളൂ. ഇന്നലെ പോണ പോക്ക് നോക്കിയിട്ട് ഇതിന്റെ പേര് തിരിച്ചു വരും. ഇന്നലെ ഇപ്പൊ 1 മാസം കൊണ്ട് തിരിച്ചു വരും എന്തായാലും. ഇൻഷാ അല്ലാഹ് കാത്തിരി. കണ്ണൂർ ഷെഹനായി ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഫാത്തിമ. അവിടെ ഷെഹനായി ഡോക്ടറുടെ വൈഫിന്റെ ഡ്രൈവറായിരുന്ന ആളുടെ മകനായിരുന്നു കിരൺ. പരസ്പരം സൗഹൃദത്തിലാവുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് വരികയും ചെയ്തു. പിരിയാൻ സാധിക്കാത്തതിനാൽ ഫാത്തിമ വിവാഹം നിശ്ചയം ഉറപ്പിച്ചിട്ടും കിരണിന്റെ കൂടെ ഇറങ്ങിപ്പോരുകയായിരുന്നു. ശേഷം ഈ ഒരു വോയിസ് ക്ലിപ്പ് പടർന്നതോടുകൂടി ഈ ക്ലിപ്പിനെ ആസ്പദമാക്കി നിരവധി വീഡിയോകളാണ് യൂട്യൂബിൽ വന്നത്. ഫാത്തിമയുടെ നാട്ടുകാരിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലരും വീഡിയോ ചെയ്തു. കിരൺ മോശക്കാരനാണെന്നും കിരൺ 1-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ട്, നേരത്തെ വിവാഹം കഴിച്ചവരാണെന്നും പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ. അതിലൊരു വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ പുലർത്തിയിട്ടായിരിക്കും മാതാപിതാക്കൾ തന്റെ മക്കളെ പോറ്റി വളർത്തുന്നുണ്ടാവുക. ആ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിനെ ആക്കി കൊടുക്കുന്ന അത്രയധികം അവർ ആഗ്രഹിച്ചു തന്നെയായിരിക്കും അല്ലെ. അതൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചർ അവർക്ക് സെറ്റ് ആക്കി കൊടുത്തു. അവർക്ക് ഇതൊന്നും വേണ്ട. അവർക്ക് വേണ്ടത് ഇന്നലെ കണ്ട ആ പയ്യനെ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിട്ടങ്ങ് പോവുക. 2 കല്യാണം കഴിച്ച് വിട്ടനാ തന്നെ മതസ്ഥരം തന്നെയോ. ഇവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ അവർക്ക് ഉണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ നേരത്തെ കേട്ട ആ വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർ സംസാരിക്കുന്നത്. 2 കല്യാണം കഴിച്ച ചെറുക്കന്റെ കൂടെയാണ് നേരത്തെ വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി പോകുന്നത്. പെരുന്നാളിന് ശേഷം വിവാഹമായിരുന്നു പെൺകുട്ടിയുടേത്. എന്നിട്ടും ആ പെൺകുട്ടി എന്താണ് മാതാപിതാക്കളെയൊക്കെ വഞ്ചിച്ചു പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ബാക്കിയെല്ലാം ശരിയാണെങ്കിലും കിരൺ 2 വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കിരണും ഫാത്തിമയും രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത്. അവർ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വാട്സാപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് കല്യാണം കഴിച്ചത്. അതൊന്നല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ പറയാൻ മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മതത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാൻ ഇതാക്കാനോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് ഹിന്ദുക്കളെക്കാട്ടും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെയുള്ളൂ. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പലം ഞാൻ ജനിച്ചോ നമ്മളൊരു അങ്ങനെ രീതിയിൽ വളർന്നു വന്നു. നമുക്കൊന്നൊരു മതത്തിന്റെ ഉള്ളൊന്നും ഒരു ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ അങ്ങൈമാർ ആക്കിയില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാൻ ഞാനും പോകും. അവർ തിരിച്ചു ഇങ്ങനെ തന്നെ. ഇപ്പോൾ ആ ഒരു ഓഡിയോ വെച്ചിട്ട് ആ ഒരു ഓഡിയോ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറെ ആൾക്കാർ അതിൻ്റെ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം. എനിക്ക് 45 വയസ്സായി പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങൾ മനസ്സിലാവും. അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, ഈ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കിരണിൻ്റെ പ്രായം 27 വയസ്സാണ്, ഫാത്തിമയ്ക്ക് 20 വയസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കിരണിന് 2 വിവാഹം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും ഇവരൊക്കെ പറയുന്ന പോലെ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകളുണ്ടായിരിക്കും, ആ കഴിച്ച പെൺകുട്ടികളുണ്ടായിരിക്കും. അവരൊന്നും ഇതുവരെ രംഗത്ത് വരാത്ത പക്ഷം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം കിരണും ഫാത്തിമയും ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അവർ പറയുന്നുണ്ട് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ആ ഒരു മാനസിക പരിഗണന എങ്കിലും ആലോചിച്ച് അത് നിർത്തുന്നതാണ് വളരെ നല്ലതെന്ന് തോന്നുന്നു. മാത്രവുമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ ആണിനും പെണ്ണിനും ജീവിക്കാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം,
ഇവർക്ക് മതം സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിലെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മതം സ്വീകരിക്കുന്നതിലും അതുപോലെ ഒരു മതവും സ്വീകരിക്കാതിരിക്കുന്നതിലും നമുക്ക് വ്യക്തികൾക്ക് അവകാശമുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വെറുതെ കോർണർ ചെയ്തുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്